രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും, ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല, ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്ന്. നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള മിസ്റ്റർ വിജയന് ഒരു ദിവസം ഉറങ്ങാൻ വേണ്ടി 2 ലക്ഷത്തിലധികം രൂപ ചെലവാക്കി, നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കി എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവാണ്. ഞാനൊരു ചെറിയൊരു കണക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ വീഡിയോ സഖാക്കൾ മുഴുവൻ കാണാതെ പോകരുത് കേട്ടോ. ഒരു വീട്, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീട് എത്ര രൂപയാണ് കൊടുക്കുന്നത്, സർക്കാർ കൊടുക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? 4 ലക്ഷം രൂപ. അതായത് ജനറൽ വിഭാഗമാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ. ഇനി സാധാരണ പട്ടിക വിഭാഗം എസ് സി വിഭാഗമാണെന്നുണ്ടെങ്കിൽ അവർക്കും 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ചില അടിയന്തര സാഹചര്യങ്ങൾ സർക്കാരിന് ബോധ്യപ്പെട്ടാൽ, അത് സാധാരണഗതിയിൽ എസ് സിക്ക് ഉണ്ടാകാറില്ല, ഉണ്ടെങ്കിൽ പരമാവധി 6 ലക്ഷം. അതുപോലെ എസ് ടിക്ക് 6 ലക്ഷം വരെ പോകാറുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഇവർക്ക് എല്ലാവർക്കും 4 ലക്ഷം രൂപയാണ് സാധാരണക്കാർക്ക് എല്ലാവർക്കും കിട്ടുന്നത്. മാറ്റമൊന്നുമില്ലല്ലോ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? 3 സെന്റ് സ്ഥലം നിർബന്ധമായിട്ടും വേണം. ഈ 4 ലക്ഷമാകട്ടെ തവണകളായിട്ടാണ് കൊടുക്കുന്നത്. ആ തവണ 1ാമത്തെ ഗഡു എന്ന് പറയുന്നത് തറ നിർമ്മിക്കാൻ, അടിസ്ഥാനം നിർമ്മിക്കാൻ വേണ്ടി, ഏത് ചുമരിന്റെ താഴേക്കുള്ള ഭാഗം നിർമ്മിക്കാൻ വേണ്ടി ഒരു ഭാഗം കൊടുക്കും. പിന്നെ ചുമര്, വാതില്, കട്ടില് അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഗഡു. അത് കഴിഞ്ഞ് പിന്നത്തെ ഗഡു എന്ന് പറയുന്നത് വാർക്കാൻ വേണ്ടിയിട്ട്, വെള്ളം പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ഗഡു. പിന്നെ അതിന് പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു ഗഡു. അതാകട്ടെ പഞ്ചായത്ത് പ്രതിനിധികൾ, അംഗങ്ങളും വന്ന് അവിടെ അവരുടെ സകല എന്ന് പറയുക ചവിട്ടുകുത്തുകൾ നടത്തിയതിനു ശേഷം മാത്രമേ കിട്ടൂ. എത്ര കാലം എടുക്കും? ഇതാണ് ഒരു പ്രൊസീജിയർ. അതായത് 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് വേണ്ടി കൊടുക്കുന്നത്. 4 ലക്ഷം രൂപയ്ക്ക് ഒരു പട്ടിക്കൂട് ഉണ്ടാക്കാൻ പറ്റും, ഇവിടെ മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ സർക്കാർ വിതരണം നടത്തിയിട്ട് ഞങ്ങൾ 4 ലക്ഷം രൂപയുടെ വീട്, ഞങ്ങളത് ലൈഫ് മിഷൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കി, ഇത്ര ആൾക്കാർക്ക് വീട് കൊടുത്തു, ആന കൊടുത്തു, ചേന കൊടുത്തു, അങ്ങനെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന, ഒരു അഭിമാനം കൊള്ളുന്ന ആ നാട്ടിലാണ് ഒരു മുഖ്യമന്ത്രി ഇമാതിരി നാണമില്ലാത്ത ഒരു പരിപാടി ചെയ്തെന്ന് ആലോചിക്കണം. ആഗോള അയ്യപ്പ സംഗമം, അതിലെ ഗസ്റ്റുകൾ അവിടെ ഇവിടെ മൂന്നാറിലടക്കം കൊണ്ടുവന്ന് പാർപ്പിച്ചത് വേറെ, അവർക്ക് ടാക്സി ഓടിയത് വേറെ, അവരുടെ എണ്ണക്കൂലി വേറെ, അങ്ങനെ ഓരോന്നും വേറെ വേറെ. എത്ര കോടിയാണ് പൊടിച്ചത്? 10 കോടിയിലധികം രൂപ പൊടിച്ചു. ഏതാണ്ട് 6 കോടി രൂപ കൊടുത്തിന് 4 കോടി രൂപ കൊടുക്കാണ്ടെന്ന് പറയുന്നുണ്ട്. അത്രത്തോളം രൂപ അങ്ങോട്ട് പൊടിച്ചു. വല്ല ഉപയോഗം ഉണ്ടായോ? ഒരു ഉപയോഗം ഉണ്ടായില്ല. അയ്യപ്പ സംഗമത്തിൽ ഇത്രയും കോടി പൊടിച്ചതുകൊണ്ട് അയ്യപ്പൻ വിചാരിച്ചു ഇവനൊക്കെ ശരിയാക്കാം. അതിനുശേഷം മൂടൊന്നിരിക്കാൻ സമയം ഉണ്ടിട്ടില്ല. മൂട്ടിൽ തിരികൊളുത്തിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സഖാക്കളും നേതാക്കളും എല്ലാം. കുറച്ചെണ്ണം അകത്താണ്. എങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം പിടിച്ചകത്തിട്ട് നോക്കിയിട്ടും എങ്ങനെയൊക്കെ നോക്കിയിട്ടും ശബരിമല പ്രശ്നം കൊണ്ട് തീരുന്നില്ല. കളവും മോഷണവും പിടിച്ചുപറിയൊന്നും അങ്ങോട്ട് മറച്ചു വെക്കാനും കഴിയുന്നില്ല. അതിനിടയിൽ കൂടിയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത്. 2 ലക്ഷം രൂപ നമ്മുടെ മുഖ്യമന്ത്രി മിസ്റ്റർ വിജയന് ഒരു ദിവസം, അത് മരാമത്ത് സമുച്ചയത്തിലെ ഒരു മുറിയിൽ ഒരു ദിവസം ഉറങ്ങുന്നതിന്റെ ചെലവ്, അല്ല എനിക്കറിയാൻ വയ്യ ഇത്രയധികം ചെലവ് എങ്ങനെ വന്നു എന്നുള്ളത്. കട്ടിലിന്റെ ചെലവ് 1,11,000. ഏത് കട്ടിലിന്റെ ചെലവ് എന്ന് പറയുമ്പോൾ കട്ടിലുണ്ട്, പുതപ്പുണ്ട്, തലേണയുണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് കട്ടില 4 കാലിൽ കെട്ടിപ്പൊക്കിയ ആ പലകയിട്ട മെത്ത വിരിച്ചിട്ടുള്ള അതടക്കമുള്ള മുഴുവൻ ആ ഒരു സാമഗ്രികളുടെ ചെലവ് 1,11,000 പുറത്തെ ചില്ലറയുണ്ട്. ഇനി നടന്നു വരാനുള്ള പരവതാനി, ആ കട്ടിലിൽ കയറി കിടന്ന് സുഖമായി തലയിൽ കൈവച്ച് കിടന്ന് ഉറങ്ങാൻ, മലന്ന് കിടക്കാൻ വേണ്ടി നടന്നു വരണമല്ലോ. അങ്ങനെ നടന്നു വരാൻ ചുവന്ന പരവതാനിക്ക് 15,000 രൂപ. ഏത് കട്ടിലേക്ക് നടന്നു വരാനുള്ള പരവതാനിക്ക് 15,000 രൂപ ചെലവഴിച്ചു. പിന്നെ ഈ ഒരു ദിവസം അവിടെ ഉറങ്ങാൻ വേണ്ടി, ഒരൊറ്റ ദിവസം അവിടെ ഉറങ്ങാൻ വേണ്ടി ഒരു കോർണർ സോഫ, പിന്നെ ഒരു ടീപ്പോ, ഏത് ന്യൂസ് പേപ്പർ ഇടാൻ വേണ്ടി ദേശാഭിമാനി ഇടാനുള്ള ഒരു ടീപ്പോയ്ക്കും, അതുപോലെ മൂപ്പർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ആ റൂമിന്റെ കോർണറിൽ ഇടാനുള്ള ഒരു കോർണർ സോഫയ്ക്കും കൂടി വേണ്ടിയിട്ട് 65,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കും. ഒരൊറ്റ രാത്രിക്ക് വേണ്ടിയിട്ട് അത് ആ സമുച്ചയത്തിൽ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ വീട് നിർമ്മാണവും ഇതും കൂടി ഇട്ടെന്ന് കണക്ക് കൂട്ടാൻ ഞാനൊന്ന് കൂട്ടി നോക്കുകയാണ്. വെറുതെ ഒന്ന് കൂട്ടി നോക്കിയാ അദ്ദേഹം ഡയലോഗ് അടിക്കുന്നത് കേട്ടു. പണ്ട് അദ്ദേഹത്തിന്റെ അമ്മ ചുട്ട വെള്ളയപ്പം തിന്നുകൊണ്ട് വിശപ്പടക്കിരുന്നതാണ്. ചിലപ്പോൾ അത് കിട്ടാറില്ല, ഒരു നേരം കൊണ്ട് വിശപ്പടക്കും എന്നൊക്കെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടല്ലോ. ആ ഒരു സഖാവാണ് മിസ്റ്റർ വിജയനായിപ്പോ ഈ രീതിയിൽ പെരുമാറുന്നത്. അന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കോരൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ മകനായിരുന്നു, ഒരു പിണറായിയിലുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്നു ഒരു വിജയൻ എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല.
ഇന്ന് അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മിസ്റ്റർ വിജയനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് ഒരുപക്ഷെ വളർന്നിട്ടുണ്ടാകാം. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് എന്ന കാര്യം മറന്നുപോയി സഖാവ്, ഇല്ലേ? മറന്നുപോയി. ഇതൊക്കെ പുറത്തു വരുമെന്നാണ് കരുതിയത്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കന്മാരെ മാറ്റി നിർത്താം. പക്ഷെ അതിന്റെ പുറത്ത് കുറെ ആൾക്കാരുണ്ട്, അവരിതൊക്കെ മാന്തി പുറത്തിടും. അങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഇതൊരു നാണക്കേടാണ്, നമ്മുടെ ജനാധിപത്യ കേരളത്തിന് ഒരു നാണക്കേടാണ്. ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട കുടുംബത്തിന് അവന്റെ ശിഷ്ടകാലം മുഴുവൻ ആ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ അടച്ചുറപ്പായ ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി ഈ സർക്കാർ മൊത്തത്തിൽ ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് കേവലം 4 ലക്ഷം രൂപയാണ്. അത് EMS ഭവന പദ്ധതിയും മറ്റു ഭവന പദ്ധതിയും എല്ലാം എടുത്ത് ഒഴിവാക്കി കളഞ്ഞിട്ട് കിഫ്ബി ആയാലും ഏത് ബി ആയാലും എവിടെ നിന്ന് കൊണ്ടുവന്നാലും എങ്ങനെ ആയാലും 4 ലക്ഷം രൂപ ഈ സർക്കാർ കുറച്ചൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് സ്ഥലമുള്ളവർക്ക്. ഇവിടെ അതിദരിദ്രരില്ല എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷെ ഈ ലൈഫ് മിഷന്റെ വീടിന് അപേക്ഷ കൊടുത്തിരിക്കുന്നവരൊന്നും ഈ അതിദരിദ്രരല്ലേ. ആ വീട് കിട്ടാൻ യോഗ്യതയില്ലാത്ത, ഏത് കാരണത്താൽ റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട്, അതായത് 1 സെന്റ് ഭൂമി ഇല്ലാത്തത് കൊണ്ട് ആ വീടില്ല. അതായത് വീടും ഭൂമിയും ഒന്നുമില്ലാതെ, റേഷൻ കാർഡ് ഇല്ലാതെ, ഒന്നുമില്ലാതെ തെരുവിൽ കിടക്കുന്ന വലിയൊരു ഭാഗം ജനങ്ങളുണ്ട് ഇവിടെ. ആ നാട്ടിലാണ് ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാൾ, അതും ഒരു സാധാരണക്കാരുടെ ഒരു ജനകീയ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ, ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ, സാധാരണക്കാരന്റെ, അധ്വാനിക്കുന്നവന്റെ, ഭാരം ചുമക്കുന്നവന്റെ, വിയർപ്പൊടുക്കുന്നവന്റെ, തൊഴിലാളിയുടെ പ്രസ്ഥാനമായിട്ടുള്ള CPM-ന്റെ അമരക്കാരനായിട്ടുള്ള മിസ്റ്റർ പിണറായി ഒരു ദിവസം ഉറങ്ങാൻ 2 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നാണവും മാനവും ഉളുപ്പും വേണ്ടേ? ഇനി മിസ്റ്റർ പിണറായി അറിയാതെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതുക. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. വന്ന് കയറുമ്പോ അറിഞ്ഞൂടെ? മൂപ്പര് നടന്നു പോകുമ്പോ മൂപ്പരുടെ കാലിന്റെ ചുവട്ടിൽ ചുമന്ന പരവതാനി വിരിച്ചേക്കുന്നത് ഇതെന്തിനാന്ന് ചോദിച്ചൂടെ? അല്ല, എനിക്കറിയാൻ വയ്യാത്ത മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളും റെസ്റ്റ് ഹൗസുകളും ഉണ്ട്, ഇല്ലേ? അവിടെ എവിടെയെങ്കിലും ഒരു സൗകര്യം ഒരുക്കിയാൽ പോരെ. ഇനി അഥവാ അവിടുത്തെ കട്ടിലിൽ, അവിടുത്തെ മെത്തയിൽ കിടന്നാൽ മുഖ്യമന്ത്രിക്ക് നടുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെത്ത മാത്രം തൽക്കാലം അത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണോ പുതിയത് വാങ്ങുന്നതാണോ ലാഭമെന്ന് നോക്കിക്കൊണ്ട്, അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണെങ്കിൽ കൊണ്ടുവന്നിടണം, ഇല്ലെങ്കിൽ ഒരെണ്ണം പുതിയത് വാങ്ങി കൊടുത്തേക്കണം. നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, കിടന്നോട്ടെ. അത് മാത്രം ചെയ്താൽ പോരെ. ആ നടന്നു വരുന്നതിന് ചുവന്ന പരവതാനി, പിന്നെ അവിടെ എന്താ പറയാ, നാണക്കേടാണിത്. ഇത് പറയുന്നത് വളരെ നാണക്കേടാണ്. വിവരാവകാശ നിയമപ്രകാരമൊക്കെ ഇത് പുറത്തു വരുമ്പോ ഒരു മുഖ്യമന്ത്രി ഈ രീതിയിൽ പണം ചെലവഴിക്കുന്നു, നമ്മുടെ ഖജനാവിൽ നിന്ന് വാരിക്കോഴി അത് ഈ വിധത്തിൽ ധൂർത്തടിക്കുന്നു എന്ന് പറയുമ്പോൾ കഷ്ടമാണ്, നഷ്ടമാണ്, വളരെ പ്രയാസമാണ്. ഒരു രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം 2 ലക്ഷം രൂപയിലധികം ചെലവ് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരു വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ഒരു ജീവിതകാലം മുഴുവൻ ഉറങ്ങാൻ വേണ്ടി, ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പൂഴ്ത്തി വെച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നത് കേവലം 4 ലക്ഷം രൂപയാണ്. ഇവിടെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി ഉറങ്ങാൻ വേണ്ടി 2 ലക്ഷം രൂപ ചെലവഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാണക്കേട്, പെരും നാണക്കേട് എന്നല്ലാതെ എന്താണ് പറയുന്നത്? Different angles. Don't forget to subscribe and support this channel.